ഹായ് സുഹൃത്തുക്കളെ, മലബാർ സഫാരിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിന്ന് തിരൂരിലേക്കാണ് നമ്മുടെ യാത്ര. തിരൂരിലെ നൂറിലേക്ക് കാണാനാണ് നമ്മളിന്ന് പോകുന്നത്. നമ്മൾ ഫാമിലി മൊത്തമാണ് ഇന്ന് നൂറിലേക്ക് കാണാൻ പോയത്. നമ്മുടെ മലബാർ സഫാരി എന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഭൂരിഭാഗം പേരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നമ്മളെ വീഡിയോസൊക്കെ കാണുന്നത്. സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി അമർത്തിയാൽ മാത്രമേ നമ്മളിടുന്ന ഓരോ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. അപ്പോൾ എൻ്റെ പുറകിൽ കാണുന്നതാണ് നൂർ ലേക്ക്. ഈ നൂർ ലേക്കിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. മലപ്പുറം ജില്ലയിലെ തിരൂരിൽ വെട്ടം പഞ്ചായത്തിലാണ് ഈ നൂർ ലേക്ക് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നമ്മൾക്ക് കാർ പാർക്കിങ്ങിനൊക്കെ ആയിട്ട് നല്ല അതിവിശാലമായ സൗകര്യം തന്നെ നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയും. ഇതുപോലെ മുളകൾ കൊണ്ടുള്ള ഒരു കാടുകളുമൊക്കെ ആയിട്ടാണ് ഇത് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഫ്രണ്ട് ഏരിയ തന്നെ അത്യാവശ്യം നല്ല വെറൈറ്റി മുളകൾ ആണ് ഇതിൻ്റെ ഒരു ഭംഗി. ഇതിൻ്റെ ഫ്രണ്ട് ഏരിയ ആണിത്. ഇതിൻ്റെ പ്രവേശന കവാടത്തിൻ്റെ ഒക്കെ ഭാഗത്താണ് ഇത് ചെയ്യുന്നത്. ഇവിടെ ടിക്കറ്റ് കൗണ്ടറുണ്ട്. ഈ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് 50 രൂപ മുതിർന്നവർക്ക് ഒരാൾക്ക് എടുത്തിട്ട് വേണം ഉള്ളിലേക്ക് പ്രവേശിക്കാൻ. പിന്നെ അതേപോലെ തന്നെ എല്ലാ സൗകര്യങ്ങളും ഇവിടുന്ന് നിസ്കരിക്കാനുള്ളത്, അതേപോലെ തന്നെ ഫീഡിങ്ങിനുള്ളത്, ബാത്റൂമുകൾ, അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഫാമിലി ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഇവിടെ തന്നെ ഉണ്ട്. പാർക്കിങ്ങിന് ഒരു അതിവിശാലമായ ഒരു ഏരിയ തന്നെ ഉണ്ട് എന്ന് തന്നെ പറയാം. പിന്നെ ഇതിലേക്ക് കയറ്റുന്നത് ഫാമിലി ആയിട്ട് മാത്രമേ നമുക്ക് കയറ്റുള്ളൂ. അതേപോലെ തന്നെ ഇതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ ആദ്യം തന്നെ നമുക്ക് കാണാൻ കഴിയുക വലത്ത് ഭാഗത്തൊരു കുളമാണ്. ഇതാണ് ആ കുളം. ഈ കുളത്തിൽ നിറയെ മീനുകളുണ്ട്. നല്ല ഫിലോപ്പി, അതേപോലെ തന്നെ നമ്മൾ അലങ്കാര മത്സ്യങ്ങളാണ് കൂടുതലായിട്ട് ഇതിൽ കാണുന്നത്. നല്ല ഭംഗിയുണ്ട്. നമ്മൾ ആളുകളടുത്ത് വരുമ്പോൾ ഈ മൂലയ്ക്ക് നെല്ലുമ്പോൾ കൂടി നിൽക്കുന്നത് കാണുമ്പോൾ നല്ല ഒരു ഭംഗി. ഒരു കാടിൻ്റെ ഉള്ളിൽ ഒരു കുളം കുഴിച്ച മോഡലൊരു എഫക്റ്റ്, നല്ലൊരു ഫീലുണ്ട്, നല്ലൊരു ആംബിയൻസ് ഉണ്ട് ഇവിടെ നമുക്ക് കാണാൻ. ഈ ഒരു കുളം താനെ ഉണ്ടായതല്ല, ഇതൊക്കെ നിർമ്മിച്ചതാണ്. ഈ കുളവും ഈ കാടുകളൊക്കെ ഒരു വ്യക്തിയുടെ ഒരു പ്രയത്നത്തിൻ്റെ, ഒരു കഠിനാധ്വാനത്തിൻ്റെ ഒരു ഫലമാണ് എന്നുമാണെങ്കിൽ ഇതിന് പറയാം. 10-25 വർഷത്തിൻ്റെ മേലെ ഒരു വ്യക്തി സ്വന്തമായി നിർമ്മിച്ചെടുത്തതാണ് ഈ ഒരു കാട്, ഈ ഒരു നൂർ ലേക്ക് എന്നാണ്. നൂർ മുഹമ്മദ് എന്ന ഒരു പ്രകൃതി സ്നേഹിയുടെ ഒരു കഠിനാധ്വാനത്തിൻ്റെ ഒരു ഫലമാണ് ഇവിടെ ഈ പട്ടണത്തിന് നടുവിലായിട്ട് ഇങ്ങനെ ഒരു കാട് നിർമ്മിച്ചെടുത്തിട്ടുള്ളത്. ഇത് എടുത്തിട്ടുള്ളത് തന്നെ എന്ന് തന്നെ വേണം പറയാൻ. കാരണം ഇതിൽ 50-55 ഇനത്തിലേറെ മുളകളുണ്ട് എന്നാണ് പറയേണ്ടത്. ഇതിൻ്റെ ഈ ഒരു സ്ഥലത്തിൻ്റെ ഏറ്റവും ഭംഗി ആ മുളക്കൂട്ടം തന്നെയാണ്. പല വെറൈറ്റി മുളകൾ ആണ് ഇവിടെ കൂടുതലായിട്ടും ഉള്ളത്. പിന്നെ അതേപോലെ തന്നെ ഫർണിച്ചറിന് പറ്റുന്ന മരങ്ങൾ, ആ ടൈപ്പ് അതുമുണ്ട്. ആലുകൾ, അതേപോലെ തന്നെ ഔഷധ സസ്യങ്ങൾ, ഇങ്ങനെ ഒട്ടനവധി സസ്യ ജന്തു ജാലങ്ങൾ ഇവിടെ ഉണ്ട്. ഇത് 1995 ഇവിടെ കൃഷിയിടങ്ങളായിരുന്നു എന്നാണ് പറയുന്നത്. ഇത് ഏകദേശം ഒരു 12-13 ഏക്കറോളം ആണ് ഈ ഒരു കാട് വ്യാപിച്ച് കിടക്കുന്നത്. അധികവും ഇതിൽ വെള്ളക്കെട്ടുകളാണ്, നമ്മൾ ലേക്കുകളാണ്. അതുകൊണ്ട് തന്നെ ഇത് ആ ലേക്കുകളൊന്നും താനെ ഉണ്ടായതല്ല, ഒക്കെ നിർമ്മിച്ചെടുത്തതാണ്. ഈ 1995 ഇവിടെ കൃഷിയിടങ്ങളായിരുന്നു ആണ്. പിന്നീട് ഇതിൻ്റെ ഓണർമാർ പല ജാതി പരിപാടികളും ബിസിനസ്സുകളും ഇതിൽ നടത്തി നോക്കിയെങ്കിൽ അതൊക്കെ പരാജയപ്പെട്ടു. പിന്നീട് ഈ നൂർ മുഹമ്മദ് പറഞ്ഞ ആള് മുള കൊണ്ടുള്ള കരകൗശലങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതിൻ്റെ ആവശ്യങ്ങൾക്കായി മുളകൾ പല വിധത്തിലുള്ള പല കാറ്റഗറിപ്പെട്ട മുളകൾ കൊടുന്ന് നട്ടുപിടിപ്പിച്ചു.
അത് അവന് സ്വന്തം ആവശ്യങ്ങൾക്കായാണ് ഇത് ആദ്യം നട്ടുപിടിപ്പിച്ചത്. പിന്നീടാണ് ഇങ്ങനെ ഒരു ആശയം ഈ നമ്മൾ നൂർ മുഹമ്മദ് പറഞ്ഞ ആളെ മനസ്സിൽ തോന്നുകയും അത് പ്രാബല്യത്തിലാക്കാൻ വേണ്ടി ഒരുപാട് വർഷങ്ങളുടെ ഒരു പ്രയത്നമാണ് അദ്ദേഹം ഈ ഒരു പ്രോപ്പർട്ടിക്കും വേണ്ടിയിട്ട്, ഈ ഒരു കാടിനും വേണ്ടിയിട്ട് അയാൾ ചെലവഴിച്ചിട്ടുള്ളത്. ഏതായാലും ഇവിടെയൊക്കെ കാണാൻ തന്നെ നല്ല ഒരു ഭംഗിയും നല്ലൊരു അന്തരീക്ഷമാണ്, നല്ല ശാന്തമായൊരു അന്തരീക്ഷമാണ്. ഇന്ന് ഞങ്ങൾ അവിടെ പോയ സമയത്ത് ഒരു ശാന്തമായ അന്തരീക്ഷമല്ലായിരുന്നു. ഇത് എപ്പോഴും ഇപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ ആണ് എന്നാണ് പറയുന്നത്. ഇവിടെ കുട്ടികളുടെ ചില പരിപാടികളൊക്കെ നടക്കുന്നത് കണ്ടു. അതേപോലെ തന്നെ പ്രാക്ടീസുകൾ, ഈ പ്രോഗ്രാമിൻ്റെ പ്രാക്ടീസുകളൊക്കെ ചെയ്യുന്നത് കണ്ടു. ഫാമിലിയുമായാണ് ഞാനിന്ന് പോയത്. ഞാനും വൈഫും മോനുമാണ് പോയത്. അത്യാവശ്യം നല്ലൊരു ഏരിയ തന്നെയാണ്, നല്ല ഭംഗിയുണ്ട്. നമ്മളൊരു കാടിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ നടക്കുന്ന ഒരു ഫീല് നമുക്ക് അനുഭവപ്പെടും. ഇവിടെ സൈഡിലായിട്ട് ഒരുപാട് പ്രോഗ്രാമുകളൊക്കെ നടത്താൻ വേണ്ടിയിട്ടുള്ള സ്റ്റേജുകളൊക്കെ അവിടെ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട്. ഒരുപാട് ഇരിപ്പിടങ്ങളൊക്കെ അതും നിർമ്മിച്ചു വെച്ചിട്ടുണ്ട്. ഇതിൽ കൂടുതലായും ഫോട്ടോഷൂട്ടുകൾ, സിനിമ ലൊക്കേഷനുകൾ എന്നൊക്കെ ആവശ്യങ്ങൾക്കാണിത് മൂപ്പര് അത്തരം ആവശ്യങ്ങൾ കൂടി മൂപ്പര് ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. പല ഫ്രെയിമുകളും നല്ല സിനിമാറ്റിക് ലൊക്കേഷനുകളൊക്കെ ഈ ഒരു കാടിൻ്റെ ഇതിൽ അന്തരീക്ഷത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയും. പ്രധാനമായും അത്തരം ആവശ്യങ്ങൾ തന്നെയാണ് ഈ ഒരു പ്രോപ്പർട്ടിയുടെ ലക്ഷ്യവും. സാധാരണ ഞായറാഴ്ചകളിൽ നല്ല തിരക്ക് ഇവിടെ അനുഭവപ്പെടാറുണ്ട്. ഇത് ഒരുപാട് പരന്നു കിടക്കുന്ന അത്യാവശ്യം നല്ല വിസ്തൃതിയിൽ ആയതുകൊണ്ട് തന്നെ പല ഭാഗത്തു കൂടി നമുക്ക് അത്യാവശ്യം നടന്നു നോക്കാനുണ്ട്. നമുക്ക് നടക്കാനും കുറച്ചൊരു ട്രെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ മുഴുവനായി നടന്ന് നമുക്ക് കാണാം. എല്ലാ ഭാഗത്തേക്കുള്ള വഴികൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ സെറ്റ് ചെയ്ത വഴി തന്നെ ഇരിപ്പിടങ്ങളും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ചെറിയ തടാകങ്ങൾ പോലെ ഒരു ദ്വീപ് പോലെയൊക്കെ നമുക്കിവിടെ കാണാൻ കഴിഞ്ഞു. ആ ഒരു ചെറിയ ദ്വീപിൽ നിന്ന് മറ്റൊരു പാലം പണിത് വെച്ചിട്ടുണ്ട്. അത്തരം കാഴ്ചകളൊക്കെയും ഇവിടെ കാണാൻ കഴിഞ്ഞു. പിന്നെ മരത്തിലൊക്കെ അവിടെ ഇവിടെയായി ഊഞ്ഞാലകൾ കിട്ടിയിട്ടുണ്ട്. ഊഞ്ഞാലകളിൽ കുട്ടികളും മുതിർന്നവരും ഒക്കെ ആടുന്നത് കണ്ടു. എല്ലാവരും നല്ല എൻജോയ് ചെയ്യുന്ന ആയിട്ടാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഈ തടാകങ്ങളൊക്കെ വളരെ നിശ്ചലമായി കണ്ടൽക്കാടുകളെ പോലെ ഇങ്ങനെ നിൽക്കുന്നത് വലിയൊരു ഭംഗി തന്നെയാണ്. പ്രധാനമായും മുളകളാണ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ്. ആ മുളകളുടെ ഒരു ഭംഗി, പല വണ്ണത്തിലുള്ള മുളകളാണ് ഇവിടെ കൂടുതലായും കാണപ്പെടുന്നത്. മുളകൾ പല കരകൗശല ആവശ്യങ്ങൾക്കുമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, വീട് നിർമ്മാണത്തിന്. അങ്ങനെ അതേപോലെ തന്നെ മുളയുടെ അരികൾ നമ്മൾ ഭക്ഷ്യയോഗ്യമാണ്. അങ്ങനെ ഉള്ള പല ആവശ്യങ്ങൾക്ക് ആയാണ് ഈ നൂർ മുഹമ്മദ് പറഞ്ഞ അദ്ദേഹം ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ഇതിൽ പല വഴിക്കും ചെറിയ നടവഴികളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ആ നടവഴിക്കൊക്കെ കുറേ നടക്കാനും നമുക്ക് അവിടെയുള്ള ഭംഗികളൊക്കെ ആസ്വദിക്കാനും നമുക്ക് കഴിയും. ഈ തടാകങ്ങളൊക്കെ മനുഷ്യ നിർമ്മിതമാണ് എന്നുള്ളതാണ്. ഇത് താനെ പ്രകൃതിയാൽ ഉണ്ടായതല്ല, അതെല്ലാം മനുഷ്യ നിർമ്മിതമാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഒരു ഹൈലൈറ്റ്. എല്ലാ സ്ഥലത്തും ഇതേപോലെ ഇരിപ്പിടങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് കണ്ടില്ല, ഇത് കാണുന്നത് കണ്ടില്ല, ഒരു തടാകത്തിന് നടുവിൽ ഒരു വീടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ തടാകങ്ങൾക്കൊക്കെ നടുവിലായി ചുറ്റും ഒരു ദ്വീപ് പോലെ വെള്ളം ചുറ്റപ്പെട്ട് കിടക്കുന്ന കുറച്ച് സ്ഥലങ്ങളുണ്ട്. ആ സ്ഥലത്ത് നിന്ന് ആ ദ്വീപിലേക്ക് പാസ് ചെയ്യാൻ ഒരു ഇരുമ്പ് കോണി പോലെ ഇങ്ങനെ പല ആകൃതിയിലും ഷേപ്പിലും പാലങ്ങൾ പണിത് വെച്ചിട്ടുണ്ട്. ആ ഒരു കാഴ്ച നല്ല ഒരു ഭംഗി തന്നെയാണ്. നമ്മൾ ഇക്കരെ നിന്നും അക്കരയ്ക്ക് പോകുമ്പോൾ അടിയിലൂടെ വെള്ളം ഇങ്ങനെ പാസ് ചെയ്യുന്നതും വെള്ളം കെട്ടിക്കിടക്കുന്നതും അതൊക്കെ നല്ലൊരു ഭംഗി തന്നെ. ഇപ്പോൾ ആ കാണുന്ന ഒരു വീടുണ്ട്, അത് ഒരു എന്താ പറയുക, വെള്ളത്തിൻ്റെ നടുവിലാണ് അത് നിർമ്മിച്ച് വെച്ചത്. വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുകയാണ്. അത് നല്ലൊരു ഹൈലൈറ്റായിട്ട് തോന്നി. ഈ സ്ഥലത്ത് ഇത്രയും ഈ വറ്റാതെ ഈ ഒരു വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുന്നതിൻ്റെ പ്രധാന കാരണം തൊട്ടടുത്തു കൂടി പുഴ ഒഴുകുന്നുണ്ട്. നമ്മളെ തിരൂർ പൊന്നാനി പുഴയാണ് ഇതിൽ കൂടെ ഒഴുകി പോകുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഇത്രയും എന്താ പറയുക
ഇങ്ങനെ വെള്ളം കെട്ടി കിടക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നമ്മൾ വൈഫ് ആദ്യമൊന്ന് ആ പാലത്തിൽ കയറാൻ മടിച്ചെങ്കിലും പിന്നീട് കൂളായിട്ട് അങ്ങ് കയറി പോകുന്നത് കണ്ടു. ഈ ഒരു സ്ഥലത്തിൻ്റെ ഒരു പ്രധാന ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഓരോ കോണും ഓരോ ഇഞ്ചും ഫോട്ടോജനിക് ആണ് എന്നുള്ളതാണ്. ഏത് സ്ഥലത്തു നിന്നും നമ്മളൊരു ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയൊക്കെ നമുക്കൊരു ഫ്രെയിം കിട്ടുമെന്നുള്ളതാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രധാന ഒരു ഭംഗി, ഒരു ഹൈലൈറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ വെള്ളത്തിൻ്റെ നടുവിലായിട്ട് ഒരു വീട് നിർമ്മിച്ചു വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞില്ല. അതിലേക്ക് പ്രവേശിക്കാൻ കഴിയുമോ എന്നുള്ളത് നമുക്ക് ആരും പറഞ്ഞു തന്നില്ല. അവിടെ ആരും അന്വേഷിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരുപാട് പ്ലേ ഏരിയകൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കുട്ടികളായിട്ട് വന്നാൽ അവർക്ക് നല്ല ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലം തന്നെയാണ് ഇത്. നമ്മൾ ഒരിക്കലെങ്കിലും ഇവിടെ വരണമെന്നാണ് ഞാൻ പറയുക. ഇവിടെ വരുന്നവർ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഈ പ്ലാസ്റ്റിക് പോലുള്ള സാധനങ്ങളിട്ട് മലിനമാക്കരുത് എന്നാണ് അവർ പ്രത്യേകമായിട്ട് അവിടുന്ന് പറയേണ്ടത്. അത് നമ്മൾ വരുന്നവരും ശ്രദ്ധിക്കണം. ഒരുപാട് ഏരിയ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഒരു വേസ്റ്റ് ബാസ്ക്കറ്റുകൾ അവിടെ വെച്ചാലും അത് കംപ്ലീറ്റ് നമ്മൾ അതിൽ നിക്ഷേപിച്ച് അത് എടുത്ത് ഒഴിവാക്കുക എന്ന് പറഞ്ഞതും വലിയൊരു ടാസ്ക്കാണ്. അതുകൊണ്ട് തന്നെ അവർ പ്രത്യേകം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൊണ്ടുവരുന്ന ആ പ്ലാസ്റ്റിക് പോലെ വേറെ എന്തെങ്കിലും ആഹാരം പൊതിഞ്ഞു കൊണ്ടുതന്നെ എന്തെങ്കിലും വേസ്റ്റുകളോ അവിടെ വരാതെ സ്വന്തം നമ്മൾ തന്നെ അവിടുന്ന് അത് കൊണ്ടുപോയി ഒരു ശരിയായ സ്ഥലത്ത് നിക്ഷേപിക്കുക എന്നുള്ളതാണ് അവർ അവിടുന്ന് പ്രധാനമായും നമ്മളോട് പറഞ്ഞു തരുന്നത്. അത് എല്ലാവരും പോകുന്നവർ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. എങ്കിലും സൈഡിലൊക്കെ വേസ്റ്റ് ബാസ്ക്കറ്റുകൾ വെച്ചിട്ടുണ്ട്. കഴിവതും എല്ലാവരും അത്തരം ബാസ്ക്കറ്റുകളിൽ തന്നെ വേസ്റ്റ് ഇടാൻ ശ്രമിക്കുക. നമ്മുടെയൊക്കെ ജീവിതത്തിലെ തിരക്ക് പിടിച്ച ഈ ഒരു ജീവിത ശൈലിയിൽ നിന്ന് കുറച്ച് നേരമെങ്കിലും നമുക്ക് ഒരു ശാന്തമായി നല്ല ഒരു പീസ്ഫുള്ളായ ഒരു സ്ഥലത്ത് നമുക്ക് പോകണം, അല്ലെങ്കിൽ പീസ്ഫുൾ മൈൻഡ് നമുക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് പോവാൻ പറ്റിയ ഒരു നല്ല ഇടം തന്നെയാണ് ഈ നൂർ ലേക്ക് എന്ന് പറയുന്ന ഈ ഒരു സ്ഥലം. മലപ്പുറം ജില്ലയിൽ ഏറ്റവും തിരക്ക് പിടിച്ച ഒരു പ്രദേശം തന്നെയാണ് ഈ തിരൂർ. ഒരു വലിയ ടൗൺ തന്നെയാണ് ഈ തിരൂർ ടൗൺ. ഈ ടൗണിൻ്റെ ഒത്ത നടിയിലായിട്ട് ഒരു കാട് നിർമ്മിച്ച് വെച്ചിട്ടുണ്ട് എന്നുള്ളത് കേൾക്കുമ്പോൾ നമുക്കൊരു അത്ഭുതം തോന്നും. അതിവിടെ വന്നാലും നമുക്ക് ആശ്ചര്യപ്പെടുത്തുന്ന കാഴ്ചകൾ തന്നെയാണ് നമുക്ക് ഇവിടെ വന്നാലും കാണാൻ കഴിയുക. ഇവിടെ ബോട്ട് സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഈ കാണുന്നത് തിരൂർ പൊന്നാനി പുഴയാണ്. ഇവിടെ ഈ ഒരു പുഴയിലൂടെ ഒരു ബോട്ട് സർവീസ് നമുക്ക് ആസ്വദിക്കാൻ കഴിയും. ടിക്കറ്റ് 50 രൂപ ടിക്കറ്റ് എടുത്ത് ഉള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഇവിടെ വന്നാൽ നമുക്ക് അതിനുള്ള വേറെ നമുക്ക് 100 രൂപ മുതൽ 200, 300, 500 അങ്ങനെ പല കാറ്റഗറിയിൽ പെട്ട ടിക്കറ്റുകൾ നമുക്ക് ബോട്ടിന് ഇവിടുന്ന് അവൈലബിൾ ആണ്. ഇത് ഇവിടുന്ന് നമുക്ക് അത് ആസ്വദിക്കാൻ നമുക്ക് കഴിയും. ഇവിടുന്ന് സെപ്പറേറ്റ് അതിന് ടിക്കറ്റ് നിരക്ക് നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ടതുണ്ട്. ഇതാണ് ആ ഒരു ബോട്ട് ജെട്ടി. ഇവിടെ നിന്ന് ആണ് നമ്മൾ ആ ഒരു കായലിൻ്റെ ചുറ്റും നമുക്ക് ചുറ്റി കാണിച്ചു തരും. അതും ഒരു വേറിട്ട ഒരു എക്സ്പീരിയൻസ് തന്നെ ആകും. ഞങ്ങൾ അതൊന്നും ആസ്വദിക്കാൻ നിന്നിട്ടില്ല. ഞങ്ങൾ അവിടെ എത്തിയപ്പം ഏകദേശം 12:30, 1 മണി ടൈമാണ്. അത്യാവശ്യം പുറത്ത് നല്ല വെയിലാണ്. ആ ഒരു വെയിലിൻ്റെ ചൂടിൻ്റെ കാടിൽ നിന്നും നമ്മൾ ഈ ഒരു നൂർ ലേക്ക് എന്ന ഈ ഒരു സ്ഥലത്തിൻ്റെ ഈ ഒരു കാട്ടിലൂടെ നമുക്ക് നടക്കുമ്പോൾ അത് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. നല്ലൊരു തണുത്ത ഒരു കാലാവസ്ഥയാണ് ഇവിടെ എന്നുള്ളത് ഒരു പറഞ്ഞ് അറിയിക്കേണ്ട ഒരു പ്രത്യേകത തന്നെയാണ്. ഇവിടുത്തെ ഈ ഒരു നൂർ ലേക്കിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ് അത്. ഈ കാണുന്നത് പ്രോഗ്രാമുകളൊക്കെ നടത്താനുള്ള ചെറിയ ഹാളുകൾ സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇതുപോലത്തെ നിരവധി ഹാളുകൾ നമുക്ക് അവിടെ കാണാൻ കഴിയും. ചെറിയ ഇവൻറ്റുകൾ നടത്താനും ചെറിയ കുട്ടികളായിട്ടുള്ള പ്രോഗ്രാമുകൾ നടത്താനും അങ്ങനെ ഉള്ള എല്ലാവിധ പരിപാടികൾക്കുമായി ഇത്തരം ഒരു ഹാളുകൾ സെറ്റ് ചെയ്തത് ആയിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞു. അതേപോലെ തന്നെ മതപരമോ വർഗീയപരമോ ആയ ആവശ്യങ്ങൾക്കോ ചർച്ചകൾക്കോ ആയിട്ടുള്ള പ്രോഗ്രാമുകളൊന്നും അവിടെ അനുവദിക്കില്ല എന്ന് അവിടെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്. കലാപരമായ ആവശ്യങ്ങൾക്കും കുട്ടികളുടെ കലാവാസനകൾ വളർത്താനും അത്തരം സാംസ്കാരിക സാഹിത്യപരമായ ആവശ്യങ്ങൾക്കുമായിട്ട് ഇത്തരം ചെറിയ ഹാളുകൾ നമുക്ക് ഉപയോഗിക്കാം. അതവിടെ ഉപയോഗിക്കുന്നതായിട്ട് കണ്ടു. ഒരുപാട് പ്രോഗ്രാമുകൾ അവിടെ നടക്കുന്നതായി നമുക്ക് ശ്രദ്ധയിൽപ്പെട്ടു.
അത്തരം ആവശ്യങ്ങൾക്കും ഇത് ഉപയോഗിക്കാൻ അവർ വിട്ടുതരുന്നതാണ്. അതുപോലെ തന്നെ ഇത്തരം പരിപാടികളൊക്കെ നടക്കുമ്പോൾ നമ്മൾ ഭക്ഷണങ്ങൾ സെറ്റ് ചെയ്യാനും കഴിക്കാനും ഒക്കെയുള്ളൊരു പ്രത്യേക ഏരിയ അതും അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത്തരം പരിപാടികൾക്കും അല്ലാതെയും കാടിൻ്റെ ഭംഗി ആസ്വദിക്കാൻ വരുന്നവർക്കും എല്ലാം അവിടെ പ്രാർത്ഥനകൾക്ക് ഉള്ള പ്രാർത്ഥന മുറികൾ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ മത വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും പ്രാർത്ഥിക്കാനുള്ള ഒരു സംവിധാനങ്ങൾ അവിടെ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ കുട്ടികളുള്ള അമ്മമാർക്ക് ബ്രസ്റ്റ് ഫീഡിങ് പോലുള്ള കാര്യങ്ങൾ ചെയ്യാനും അവിടെ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചില പരിപാടികൾ നടത്തുമ്പോൾ നമുക്ക് എന്താ പറയുക, മേക്കപ്പ് ചെയ്യേണ്ടി വരും, ഡ്രസ് ചെയ്യേണ്ടി വരും. അത്തരം ആവശ്യങ്ങൾക്കും അവിടെ റൂമുകളും കെട്ടിടങ്ങളും ഒക്കെ അതിൻ്റെ ഉള്ളിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇത് അവിടെ ഒരു നടക്കണ ഒരു പരിപാടിയാണ്. ഇത് കുട്ടികളെ ഒരു ചെറിയ എന്തോ ഒരു പരിപാടി അവിടെ സംഘടിപ്പിച്ചതാണ്. അതിൽ നിന്നുള്ള ഒരു ചെറിയ ഒരു ഭാഗം മാത്രമാണ് ഈ കാണുന്നത്. ഇങ്ങനെ സ്പൂണിൽ കുട്ടികൾ 4 കുട്ടികൾ നിരന്ന് നിന്നിട്ട് സ്പൂണിൽ നാരങ്ങ വെച്ചിട്ട് ഓടി ആദ്യം ആരാണോ ഫ്രണ്ടിലെത്തുന്ന അവർ ജയിക്കും. അങ്ങനത്തെ ഒക്കെ ഉള്ള ചെറിയ ചെറിയ കുട്ടികളുടെ പരിപാടികൾ ആണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അത്തരം ഒരു പരിപാടിയിൽ നിന്നുള്ള ഒരു കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാനും വൈഫും കുറച്ച് നേരം ആ പരിപാടിയുടെ ഭാഗമായി കുറച്ച് നേരം അത് കണ്ടു നിന്നു. കുട്ടികളുടെ നല്ല തമാശകളും ചിരികളും കളികളുമായി അങ്ങനെ എൻജോയ് ചെയ്ത് നല്ല രസം തോന്നി. കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു ഞങ്ങൾ. ഈ പരിപാടിക്ക് അവരോട് അനുമതി ചോദിച്ചിട്ടാണ് നമ്മളിത് ഷൂട്ട് ചെയ്തത്. ഇത്തരം പരിപാടികൾ നടക്കുമ്പോൾ കഴിയുന്നതും അവരോട് അനുമതി മേടിച്ചിട്ട് ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇതാണ് അവിടെ നടക്കുന്ന പ്രോഗ്രാമിൻ്റെ ആ ഒരു എൻട്രി, ഒരു കവാടം ഇവിടെയാണ്. ഇത് അതേപോലെ തന്നെ നമ്മൾ റെസ്റ്റ് റൂമായിട്ട് സെറ്റ് ചെയ്ത ഒരു ഭാഗമാണ് ഇത്. ഇത്തരം റെസ്റ്റ് റൂമുകളും അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് സ്ഥലങ്ങളിൽ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. പ്രാർത്ഥനാ മുറിയും റെസ്റ്റ് റൂമും ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ച ഒരിതാണ്. ഇതിന് ഉള്ളിൽ തന്നെ ചെറിയ കടകളും കാണാൻ സാധിച്ചു. ഒരുപാടൊന്നും ഇല്ലെങ്കിലും 1-2 കാണാൻ സാധിച്ചു. ചെറിയ തോതിൽ ഉള്ള ലഘുവായിട്ടുള്ള ഭക്ഷണങ്ങളും പാനീയങ്ങളും കുട്ടികൾക്ക് മിഠായി പോലുള്ള സംഭവങ്ങളൊക്കെ അവിടുന്ന് ലഭിക്കും. അതിനുള്ളിൽ ചെന്നാൽ ലഭിക്കും എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഇത് നമ്മൾ ആദ്യം കയറി വരുമ്പോൾ കണ്ട ആ ഒരു കുളം തന്നെയാണത്. നമ്മൾ എല്ലാ സ്ഥലത്തും കറങ്ങി ലാസ്റ്റ് ഇങ്ങോട്ട് തന്നെ എത്തിപ്പെട്ടു. അത്രത്തെ ഒരു രീതിയിലാണ് ഇതിൻ്റെ ഒരു നടപ്പാതകളൊക്കെ നമുക്ക് ഇവിടെ ഇവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഈ ഒരു കുളത്തിൻ്റെ ഭംഗി, നല്ല ഒരു ഭംഗി തന്നെയാണ് ഈ ഒരു കുളം. ഈ കയറി വരുമ്പോൾ തന്നെ ഈ ഒരു മീൻ ഒക്കെ വളർത്തുന്ന ഈ ഒരു കുളം സെറ്റ് ചെയ്ത് ഇത് തന്നെയാണ് ഇതിൻ്റെ കയറി വരുമ്പോൾ കാണാൻ പറ്റുന്ന ആദ്യത്തെ ഒരു കാഴ്ച. ഈ കുളത്തിൻ്റെ ഒരു ഭംഗി പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ഭംഗി തന്നെയാണ്. ഒരു പഴയ നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ ഉള്ള ഒരു പൊതു കുളത്തിൻ്റെ ഒരു മാതൃകയിലാണ് ഇത് നിർമ്മിച്ച് വെച്ചിട്ടുള്ളത്. ഈ കുളത്തിൽ കൂടുതലായും അലങ്കാര മത്സ്യങ്ങളാണ് ഇതിൽ വളർത്തുന്നത് എന്ന് തോന്നുന്നു. കൂടുതലായും അത്തരം മീനുകളാണ് ഇതിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഈ നൂർ ലേക്കിൻ്റെ വിശേഷങ്ങൾ നമുക്ക് പറയാനുള്ളത്. നമ്മൾ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മലബാർ സഫാരി പറഞ്ഞാൽ നമ്മൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തിയാൽ മാത്രമേ നമ്മളിടുന്ന ഓരോ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് നമുക്ക് വീണ്ടും ഇതുപോലുള്ള കൗതുകമുണർത്തുന്ന കാഴ്ചകളും ഒക്കെ നിങ്ങളിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കുന്നത്. എല്ലാവരും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഈ വീഡിയോയെക്കുറിച്ചുള്ള വിലയേറിയ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യുക. മലബാർ സഫാരിയുടെ ഈ ഒരു അധ്യായം ഇവിടെ പൂർത്തിയാവുകയാണ്. പുതിയ വിശേഷങ്ങളും കൗതുകമുണർത്തുന്ന കാഴ്ചകളുമായി മലബാർ സഫാരി വീണ്ടും നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതാണ്. ഒരിക്കൽ കൂടി ഇത്രയും സമയം, നിങ്ങളുടെ വിലപ്പെട്ട സമയം ഈ വീഡിയോ കാണാൻ ചെലവഴിച്ചതിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. You are watching Malabar Safari.